എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 13 ശ്ലോകം 34, 35, 36 ശ്ലോകങ്ങളെ നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 34. തതപ്രവയസോ ഗോപാ തോകാശ്ലേഷസുനിർവൃതാ കൃച്ഛ്രാൽ ഛനൈരപഗതാ തദനുസ്മൃത്യുദശ്രവഃ. പ്രവയസം അധികം വയസ്സന്മാരായ ഗോപാഗോപന്മാര്, തോകാശ്ലേഷ സുനിർവൃതാഹ ബാലകന്മാരെ ആലിംഗനം ചെയ്തതിനാൽ ഏറ്റവും നിർവൃതിയെ പ്രാപിച്ചവരായി, തദനുസ്മൃത്യുദ അശ്രവഃ അവരുടെ സ്മൃതി നിമിത്തം ഉത്ഭവിച്ച അശ്രുക്കളോട് കൂടിയവരായിട്ട്, കൃച്ഛ്രാൽ പ്രയാസപ്പെട്ട്, തഥ അവിടെ നിന്ന്, ശനൈ മെല്ലെ മെല്ലെ, അപഗത അപഗമിച്ചവരായി. വയസ്സായിട്ടുള്ള ഗോപന്മാര് പുത്രന്മാരെ അങ്ങോട്ട് ആലിംഗനം ചെയ്തപ്പോ അവർക്ക് പരമാനന്ദം, ഭഗവാനല്ലേ, അതുകൊണ്ട് അവർക്ക് പരമാനന്ദം അങ്ങോട്ട് അനുഭവിച്ചു എന്നാ പറയണത്. അപ്പൊ ഇതുവരെ ഞങ്ങളെ എങ്ങനെയാ ഈ കുട്ടികളെ കാണാതിരുന്നത് എന്നാണ് അവർക്ക് തോന്നിയത്. അപ്പൊ അതങ്ങോട്ട് ആലോചിച്ചപ്പോഴേ അവരുടെ കണ്ണിലൊക്കെ കണ്ണിന്നിങ്ങനെ അശ്രുക്കള് ഒഴുകാൻ തുടങ്ങി. അപ്പറേ കഷ്ടം, ഞങ്ങള് ഇവരെ പിരിഞ്ഞിരുന്നല്ലോ ഇത്രയും നേരം എന്നുള്ള ആ ദുഃഖം കൊണ്ട് അവരുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് ആ സ്ഥലത്ത് നിന്ന് അവര് മടങ്ങിപ്പോയി. വ്രജസ്യ രാമപ്രേമർത്ഥേ വീക്ഷ്യ ഉത്കണ്ഠ്യമനുക്ഷണം മുക്തസ്തനേഷു അപത്യേഷു അപ്യഹേതുവിദാ ചിന്തയൽ. മുറുകടി മാറാത്ത കുട്ടികളെ കുറിച്ചിട്ട് മാതാപിതാക്കന്മാർക്ക് ഇങ്ങനെ പ്രേമാതിശയം ഉണ്ടാകുന്നത് സാധാരണയാണ്. ഈ പശുക്കുട്ടികളെ പരിപാലിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ കുട്ടികൾ മുലകുടി മാറിയവരാണ്. അങ്ങനെ ആയിട്ട് എന്തുകൊണ്ടാ ഈ വ്രജവാസികൾക്ക് ഇങ്ങനെ സ്നേഹം വർദ്ധിച്ചു വരണത്? അതാണ് ബലരാമനത് കണ്ടപ്പോൾ അത്ഭുതമായി. ചെറിയ കുട്ടികളെ ഇവരെ ഞങ്ങൾ കാണുമ്പോ കൊച്ചു കുട്ടികളെ ഒക്കത്ത് വെച്ച് നിൽക്കണ അമ്മമാരും പിന്നെ ആ ഗോപന്മാരും ഒക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, കുട്ടികളെ അവിടെ ചെറിയ ഒക്കത്ത് ഇരിക്കുന്ന കുട്ടികളെ ഇവിടെ നിലത്ത് വെച്ച് ഇവരെ ഞങ്ങൾ എടുത്ത് ഉമ്മ വയ്ക്കാൻ തുടങ്ങും. അമ്മമാര് അവർക്ക് വേഗം മുല കൂട്ടാൻ തുടങ്ങും. എന്തൊരു അത്ഭുതം, എന്താ അത്? അപ്പൊ ആലോചിക്കുകയാണ് ബലരാമസ്വാമി, ഇതെന്താ ഇതിന്റെ കാരണം? കിമേതദത്ഭുതമിവ വാസുദേവേ അഖിലാത്മനി വ്രജസ്യ സാത്മനസ്തോകേഷു അപൂർവം പ്രേമ വർദ്ധതേ. രാമസ്വാമിക്ക് ഉണ്ടായിട്ടുള്ള ആ ചിന്ത വിവരിച്ചു പറയണം. വ്രജവാസികൾക്ക് മുമ്പ് അവരുടെ സ്നേഹം മുഴുവൻ അതിയായിട്ടുള്ള ഒരു സ്നേഹമാണ് ശ്രീകൃഷ്ണനില് അവർക്കുണ്ടായിരുന്നത്. സകല പ്രാണികളിലും ജീവരൂപനായിരിക്കുന്ന ഈ ഭഗവാനില് ആ വിധം പരമപ്രേമം ഉണ്ടായതിൽ അതിശയമൊന്നുമില്ല, അതിൽ അത്ഭുതമില്ല. അപ്പൊ അത്ഭുതപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ എങ്ങനെയാ ഇവര് ചെയ്യണത്? ഇപ്പോ ഈ വ്രജത്തിലുള്ള സകലർക്കും അവരവരുടെ സ്വന്തം കുട്ടികളിലും പശുക്കൾക്ക് അവയുടെ കുട്ടികളിലും മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അധികമായിട്ടുള്ള പ്രേമം. എന്താ ഇവരിങ്ങനെ സ്നേഹിക്കുന്നത്? പശുക്കൾക്കാണെങ്കിൽ കുട്ടികളെ എത്ര നക്കി തുടച്ചാലും ഓരോ അവയവമായിട്ട് ഇങ്ങനെ നക്കി തുടച്ചുകൊണ്ടിരിക്കുക. നോക്കും, പിന്നെയും നക്കും. അങ്ങനെ എന്താ ഇതിന് കാരണം? വ്രജവാസികൾക്കുള്ള സ്നേഹാധിക്യം ഇരിക്കട്ടെ, എനിക്ക് തന്നെ ഇവരില് ഈ ബാലകന്മാരിലും പശുക്കുട്ടികളിലും എന്താന്നറിയാത്തൊരു സ്നേഹം അവരോട് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. അതെന്താ? അപ്പോഴാണ് രാമസ്വാമിക്ക് കൂടുതലൊരു അത്ഭുതം തോന്നിയത്. ഇതിനെന്താ കാരണം എന്ന് എനിക്ക് തന്നെ പറയാൻ സാധിക്കണില്ല എന്ന് വിചാരിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.